ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് സൺഡാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ വേൾഡ് സിനിമ ഡ്രാമാറ്റിക് ഓഡിയൻസ് അവാർഡ് ലഭിച്ച ഗേൾസ് വിൽ ബി ഗേൾസ് എന്നുള്ളൊരു സിനിമയെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സിനിമ ഒരു അവാർഡ് മൂവിയാണ്. അവാർഡല്ല, ഡ്രാമാറ്റിക് മൂവിയാണ്. അതേപോലെ തന്നെ എ സർട്ടിഫിക്കറ്റഡ് മൂവിയാണ്. സ്ത്രീ കേന്ദ്രീകൃത കഥ വരുന്ന ഒരു മൂവിയും കൂടിയാണ്. അപ്പോൾ ഇത് മൂന്നും കൂടി മനസ്സിൽ വെച്ചിട്ട് കാണുവാണെങ്കിൽ കണ്ടുപോകുമ്പോൾ വലിയ രീതിയിൽ ബോറടിക്കത്തില്ല. ചെറിയ രീതിയിലാണ്, സ്ലോ ആയിട്ടാണ് കഥ പറഞ്ഞു പോകുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഫാസ്റ്റ് ആയിട്ടുള്ളൊരു കഥ പറച്ചിലുമല്ല. ഡ്രാമാറ്റിക് മൂഡിലായതുകൊണ്ട് തന്നെ നല്ല സ്ലോ ആയിട്ട് തന്നെയാണ് കഥ മുന്നോട്ട് പോകുന്നതും. ഇതിലെ മെയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് കനി കുസൃതിയും പിന്നെ പ്രീതി എന്ന് പറഞ്ഞൊരു ആക്ടർ. ആ ആക്ട്രസിന് തന്നെ ഈ സൺഡാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു ആക്ടിങ്ങിന്. പിന്നെ ഉള്ളത് കേശവ്, ബിനോയ് എന്ന് പറഞ്ഞ് 3 ക്യാരക്ടേഴ്സാണ് മെയിനായിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ബേസിക് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 പഠിക്കുന്ന ഒരു കുട്ടിയും ആ കുട്ടി പഠിക്കുന്ന സ്കൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ബോർഡിംഗ് സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ പുതിയതായിട്ട് വരുന്ന ഒരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലാവുകയും പിന്നീട് അവരുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളും അമ്മയും മോളും തമ്മിലുള്ള ഒരു സ്നേഹബന്ധവും എല്ലാം കൂടി കാണിക്കുന്ന ഒരു സിനിമയാണ്. സിനിമ പൈസ നോക്കുവാണെങ്കിൽ വലിയ രീതിയിൽ കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണ്. പിന്നെ ഫാമിലി ആയിട്ട് ഇത് കാണാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത്യാവശ്യം വിഷ്വൽ സീൻസ് എല്ലാം വരുന്നത് കൊണ്ട് ഫാമിലി ആയിട്ട് ഇത് കാണാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത്ര വലിയ വൾഗർ സീനൊന്നും അല്ല എങ്കിലും അത്യാവശ്യം വരുന്നുണ്ട്. സിനിമ ഒരു ഓക്കെ ഫീൽ തരുന്നുണ്ട്. കൊള്ളാം, അത്ര ബോറായിട്ടൊന്നും തോന്നുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു എ സർട്ടിഫിക്കറ്റഡ് മൂവിയാണ്. അതെല്ലാം ഡ്രാമാറ്റിക് മൂവിയാണ്. അതെല്ലാം കൂടി ഒരു മനസ്സിൽ വെച്ചിട്ട് കാണണം. അതുപോലത്തെ സിനിമകളൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും കാണാൻ പറ്റിയൊരു സിനിമയാണ്. ഇപ്പം ഇത് ആമസോൺ പ്രൈമിൽ ഡബ് ചെയ്തിട്ടുണ്ട്. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ലാംഗ്വേജിലായിട്ട് ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. മലയാളം ഡബ്ബിങ്ങിലാണ് ഞാൻ കണ്ടത്. മലയാളം ഡബ്ബിങ്ങിൽ കറക്റ്റ് ട്രാൻസ്ലേറ്റ് അടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് സാധാരണ നമ്മൾ ആമസോൺ പ്രൈമിലെ ഡബ് സിനിമകൾ കാണുമ്പോൾ എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അതേ രീതിയിൽ ഇരുന്ന് കാണാം. ഈ സിനിമ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഗൈസ്. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.